ഇന്ന് ചന്തുവാൻ ഫാം വന്നിരിക്കുന്നത് കണ്ണൂർ മാട്ടൂരിലുള്ള നമ്മുടെ പെറ്റ് സ്റ്റേഷനിൽ നിന്നുള്ള ഒരു ഫുൾ വീഡിയോ ആയിട്ടാണ്. കണ്ണൂരേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ വിസിറ്റ് ചെയ്യണമെന്ന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ, നിങ്ങൾ കണ്ണൂരേക്ക് വരുന്ന സമയത്ത് കൊച്ചിനെയും കൊണ്ട് വരുമ്പം ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾ മിസ് ചെയ്യരുത്, ഈ അടുത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്, പക്ഷെ അടിപൊളി ലൊക്കേഷനാണെന്ന്. പിന്നെ നമ്മൾ ഇവിടുന്ന് വീഡിയോസും പിന്നെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്ത സമയത്ത് ഒരുപാട് പേര് പറഞ്ഞു ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഈ സ്ഥലത്തിനെ കുറിച്ച്, അടിപൊളിയാണല്ലേ, പിന്നെ എന്തായാലും പോകണമെന്ന് ആഗ്രഹമുള്ള സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും എപ്പോഴെങ്കിലും കണ്ണൂരേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും മിസ് ചെയ്യരുത് ഈ ഒരു ലൊക്കേഷൻ, പ്രത്യേകിച്ച് കുട്ടികളെ കണ്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ. കാരണം നമ്മൾ വേറെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ പിന്നെ അക്വേറിയങ്ങളും അതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ പെറ്റ് സ്റ്റേഷനുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ഇവിടം വളരെ വ്യത്യസ്തമാണ്. കാരണം അത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഇവർ ഈ കിളികളെയും മീനുകളെയും മറ്റ് ജീവികളെയൊക്കെ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഇപ്പോൾ ഗ്ലാസ്സിനുള്ളിലാണെന്നുണ്ടെങ്കിലും പിന്നെ ചില ജീവികളെയൊക്കെ ഇവർ കുറച്ച് അധികം സ്പേസ് കൊടുത്തിട്ട് ഓപ്പൺ ആയിട്ടൊക്കെ വിട്ടിട്ടുണ്ട്. പക്ഷികളൊക്കെ തന്നെയാണെങ്കിലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, മീനുകളും ഉണ്ട്, ഒരുപാട് ചെറുതും വലുതുമായിട്ട് ഒരുപാട് വെറൈറ്റീസ് മീനുകളുണ്ട്. തത്തകളൊക്കെ കുറേ വെറൈറ്റി തത്തകളുണ്ട്. ചന്തുവിന് കണ്ണൂരേക്ക് വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് ഇതാണ്. അവനെ ഭയങ്കര ആക്റ്റീവായിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള സ്ഥലം ഇതാണ്. പിന്നെ താറാവുകൾ, പ്രാവുകൾ, കിളികൾ ഒക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എല്ലാത്തിനെയും നമുക്ക് പിന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പ്രത്യേക ഒരു ഏരിയയിലാണ്. കിളികളൊക്കെ തന്നെയാണെങ്കിലും ഒരേ ഇനം തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് ഒരുപാട് ടൈം എടുത്ത് ഓരോന്നിൻ്റെ അടുത്തും കുറച്ച് ടൈം എടുത്തൊക്കെ കണ്ട് അങ്ങനെ പോകാം, ആസ്വദിച്ച്. പിന്നെ നമ്മൾ പോയ സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല വലിയ കാര്യമായിട്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തും അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യാനും വീഡിയോസൊക്കെ എടുക്കാനൊക്കെ സമയം കിട്ടി. പിന്നെ ഇങ്ങനെ താറാവുകളും അരയന്നങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അവർ. പിന്നെ തീറ്റ കൊടുക്കാനൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട്. പിന്നെ അതിന് വെള്ളത്തിലൊക്കെ ആണെങ്കിലും നമുക്ക് കാണാനും ആസ്വദിക്കാനൊക്കെ അടിപൊളിയാണ്. ചന്തുവിന് പിന്നെ വെപ്രാളായിരുന്നു, ഈ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, പിന്നെ നമുക്ക് അവൻ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം മൊത്തത്തിൽ ചന്തുവിന് അടിപൊളി ഒരു ലൊക്കേഷനായിരുന്നു അത്. സാധാരണ നമ്മൾ എല്ലായിടത്തും കാണുന്ന ഈ മീനുകളും പിന്നെ കിളികളൊന്നും അല്ലാതെ ഏറ്റവും കൂടുതൽ നമ്മളെ ആകർഷിക്കുന്ന ചില ഐറ്റംസ് ഇവിടെയുണ്ട്. കുതിരകളും പശുക്കളൊക്കെ. അതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുതിരയും അതുപോലെ തന്നെ ഏറ്റവും കുഞ്ഞു കുതിരയുണ്ട്. അതൊക്കെ ചന്തുവിന് ഭയങ്കര ഇഷ്ടമായി. അവൻ കുതിരേനെയൊക്കെ മുന്നേ കണ്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും കുഞ്ഞു കുതിര, അതുപോലെ തന്നെ പശു, ഏറ്റവും ചെറിയ പശു, വലിയൊരു കുതിര ഉണ്ടായിരുന്നു അവിടെ. അത് ചന്തു അതിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആദ്യം. പെട്ടെന്ന് അതിൻ്റെ അടുത്തേക്ക് ചെന്ന് നിൽക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ തന്നെയായിരുന്നു ആ കുതിരയുടെ തല നിൽക്കുന്നത്. അപ്പൊ അതിങ്ങനെ ആൾക്കാരെ കടിക്കുമെന്നാണ് അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞത്. അതൊരു രസകരമായിരുന്നു. അവിടെ ചന്തു കടിക്കാൻ വരുമെന്ന് വിചാരിച്ച് പേടിച്ച് അടുത്തു നിന്നൊരു ചേച്ചിന്റെ ഫോണൊക്കെ തട്ടി താഴെ ഇട്ടു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന കുറെ പിന്നെ ചില പക്ഷികള്, അതുപോലെ തന്നെ ഇഗ്വാന, അതൊക്കെ നമുക്ക് മേത്തെടുത്ത് വെക്കാനുള്ള അവസരങ്ങൾ അവർ തരുന്നുണ്ട്. പക്ഷെ നമ്മള് മേത്തൊന്നും ഇട്ടുണ്ടായിരുന്നില്ല. വേറെ ഒരുപാട് പേര് അവിടെ ക്യൂ ആയിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു ആ മേത്തെടുത്ത് വെക്കാനൊക്കെ. അപ്പൊ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഓരോ ടിക്കറ്റിനും നമുക്ക് ഏതെങ്കിലും ഒരു ജീവിനെ മേത്തെടുത്ത് വെക്കാനുള്ള ഒരു പാസും കൂടി അതിനകത്തുണ്ട്. നമ്മുടെ ടിക്കറ്റ് നമ്മൾ രണ്ടും ഒരു പയ്യന് കൊടുത്തു. അവന് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ വലിയൊരു ഇഗ്വാന ഉണ്ടായിരുന്നു അവിടെ.
അത് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയിൽ ആ മതിലിൻ്റെ മേലെ അങ്ങനെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരുപാട് പട്ടികളുണ്ട് അവിടെ, പിന്നെ വെറൈറ്റീസ്. പിന്നെ ഉള്ളത് മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ആ ഒരു ഫിഷ് പോണ്ടാണ്. നമുക്ക് ഒരുപാട് മീനുകൾ അതിനകത്തുണ്ട്. പോയിട്ട് നമുക്കതിന് ഫീഡ് ചെയ്യാനൊക്കെ പറ്റും. നമ്മൾ ഈ 50 രൂപ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് ഓരോ ടിക്കറ്റിനകത്ത് അവർ കുറച്ച് മീനിൻ്റെ തീറ്റയും കൂടെ നമുക്ക് തരുന്നുണ്ട്, നമുക്ക് ടിക്കറ്റ് തരുന്ന കൂട്ടത്തിൽ. അപ്പോൾ ആ തീറ്റ നമുക്ക് കയ്യിൽ വെക്കാം. അപ്പോൾ നമ്മളിതെല്ലാം കണ്ട് അവസാനം നമ്മൾ ഈ ഒരു ഫിഷ് പോണ്ടിൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ടിക്കറ്റിൻ്റെ കൂടെ കിട്ടിയ തീറ്റ നമ്മുടെ കയ്യിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അത് നമ്മൾ ഫിഷിന് ഫീഡ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മീൻ തീറ്റ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തേക്ക് വരും എല്ലാ മീനുകളും കൂടെ. അങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് മീനിനെയൊക്കെ തൊടാം, എൻജോയ് ചെയ്യാം, തീറ്റ കൊടുക്കാം. ചന്തുവിന് തീറ്റ കൊടുത്തിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും താന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. ഇപ്പോൾ കുറച്ചേ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ള കാര്യമൊന്നും അവൻ അറിയില്ലല്ലോ. അപ്പോൾ മൊത്തം തീറ്റയും ചന്തു തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ വേറൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കിളികൾക്കൊക്കെ തീറ്റ കൊടുക്കാൻ പറ്റും. അതൊരു റൂമാണ്, ഒരു ഏവിയറി പോലത്തെ ഒരു റൂം. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ 80 രൂപ ടിക്കറ്റിനകത്ത് അതും ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് ആ റൂമിനകത്ത് കയറി നിൽക്കാം. അപ്പോൾ ഒരു പ്ലേറ്റിൽ അവർ കുറച്ച് തീറ്റ നമുക്ക് തരും. അപ്പോൾ അത് നമുക്ക് കിളികൾക്ക് കൊടുക്കാം. അപ്പോൾ ഈ കിളികൾ അത് തിന്നാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന പ്ലേറ്റിൽ വന്നിരിക്കും, നമ്മുടെ മേത്ത് വന്നിരിക്കും. പക്ഷെ നമ്മുടെ ടിക്കറ്റ് ഓൾറെഡി വേറൊരു പയ്യന് പാസ് ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ടിക്കറ്റിനകത്ത് ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഉള്ളിൽ കയറണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമുക്ക് അവിടെ എത്ര രൂപയാണെന്ന് വെച്ചാൽ ആ പൈസ അവർക്ക് പേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതിനുള്ളിൽ കയറാം. അങ്ങനെ ഞാനും ചന്തുവും ഉള്ളിൽ കയറി. പിന്നെ തീറ്റയൊക്കെ ഇട്ട് പ്ലേറ്റൊക്കെ നമ്മുടെ കയ്യിൽ തന്നു. ചന്തുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു കിളികളെയൊക്കെ തൊടാനും. പിന്നെ എൻ്റെ തലയിലൊക്കെ വന്നിരുന്നു കിളികൾ. ഇവിടെ മാട്ടൂലുള്ള പെറ്റ് സ്റ്റേഷനിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടുണ്ട് കാര്യം. പെറ്റ് സ്റ്റേഷനിലെ കാഴ്ചകളും കാണാം, അതുപോലെ തന്നെ ബീച്ചും നമുക്ക് എൻജോയ് ചെയ്യാം. സെൻട്രൽ ബീച്ച് ഇതിൻ്റെ റോഡ് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ബീച്ചാണ് തൊട്ട് മുന്നിൽ കാണുന്നത്. അപ്പം നമ്മളാണെങ്കിലും പെറ്റ് സ്റ്റേഷനൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ബീച്ചിൽ വന്ന് അത്യാവശ്യം സമയമൊക്കെ ബീച്ചിലും സ്പെൻഡ് ചെയ്തു കുറച്ചു നേരം. വെള്ളം കണ്ടാൽ പിന്നെ ചന്തുവിന് ഒരു രക്ഷയില്ല, ചന്തുവിനെ പിടിച്ചാൽ കിട്ടത്തില്ല. ഞാനും ചന്തുവും കൂടെ ഭയങ്കര ഓട്ടവും കളിയൊക്കെ ആയിരുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു മഴ വന്നത്. മഴ വന്നപ്പോൾ പിന്നെ നമ്മൾ മെല്ലെ അവിടെ നിന്ന് എസ്കേപ്പായി. അപ്പോൾ ഇതൊരു അടിപൊളി സ്പോട്ടാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ ഇതുവഴി വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യണം. അടിപൊളിയാണ് ഇവിടുത്തെ പിന്നെ പെറ്റ് സ്റ്റേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ബീച്ചാണെങ്കിലും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് മാട്ടൂളിലെ പെറ്റ് സ്റ്റേഷനിൽ നിന്നുള്ള വിശേഷങ്ങൾ. ബൈ ബൈ ഫ്രം ചന്തു ആൻഡ് ഫാം. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.